ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ ഉറപ്പ് പോലിരിക്കും അവരുടെ ഉറപ്പും ജീവിത വിജയവും. കുടുംബം അസ്വസ്ഥമെങ്കിൽ വ്യക്തികൾ അസ്വസ്ഥരായിരിക്കും. കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ആത്മീയ ആരോഗ്യം പ്രതിബിംബിക്കുന്ന കണ്ണാടിയാകുന്നു കുടുംബം. ജീവസന്ദേശത്തിൻ്റെ വേദപഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം സൃഷ്ടിതാവായ ദൈവം കരുതിയിട്ടുണ്ട്. അവൻ്റെ നന്മയ്ക്കുള്ളതൊന്നും ദൈവം മുടക്കുകയില്ല. എന്നാൽ ദൈവം വിലക്കിയതിനെ സ്വയത്തമാക്കുവാനുള്ള മനുഷ്യൻ്റെ ത്വര ലോകസ്ഥാപനം മുതൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. കാണുവാൻ ഭംഗിയുള്ളതും തനിക്ക് നല്ലതും കാമ്യവും എന്ന് തോന്നിയവയൊക്കെയും മനുഷ്യൻ സ്വന്തമാക്കി തുടങ്ങി. എന്നാൽ അതോടൊപ്പം ദൈവം അവന് വേണ്ടി ഒരുക്കിയിരുന്ന സ്വസ്ഥതയും സുരക്ഷിതത്വവും സന്തോഷവുമെല്ലാം അവന് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതിരുവിട്ടുള്ള മനുഷ്യൻ്റെ യാത്ര അവനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കുമാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പലതും മായയാണെന്നുള്ളതാണ് സത്യം. പലപ്പോഴും വഞ്ചിക്കപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യന് ഈ തിരിച്ചറിവുണ്ടാകുന്നത്. അതൊരു ദുഃഖകരമായ കാര്യമാണ്. ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടിയുള്ള കരുതലുകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായം 15 മുതൽ 6-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങൾ. ഫലപ്രദമായ കുടുംബജീവിതം യാദൃച്ഛ്യാ സംഭവിക്കുന്നതല്ല. മനഃപൂർവമായ ആഗ്രഹത്തിൻ്റെയും തീരുമാനത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും ഫലമാണ്. ജീവിത പങ്കാളിയോട് ഒരു പ്രതിബദ്ധത, ഒരുമിച്ച് സമയം ചെലവിടുവാനും ആശയവിനിമയം നടത്തുവാനും പരസ്പരം അഭിനന്ദിക്കുവാനുമൊക്കെയുള്ള മനസ്സ്, എന്തിലുപരി ഒരു ആത്മീയ സമർപ്പണം. വളരെയേറെ സ്വപ്നങ്ങളുടെ എല്ലാവരും കുടുംബജീവിതം ആരംഭിക്കുന്നു. എന്നാൽ പൊട്ടിത്തകരുന്നത് എത്ര പെട്ടെന്നാണ്. ഇന്ന് ഇത് എല്ലാ സമൂഹങ്ങളിലും വ്യാപകമായി കാണുന്നു. നിയമപരമായി വിവാഹം കഴിയാത്തവർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് കഴിയുന്ന ലിവിങ് ടുഗദർ നമ്മുടെ സമൂഹങ്ങളിൽ സർവ്വസാധാരണമായി വരുന്നു. വിവാഹമോചനം വളരെ ലാഘവത്തോടെ കണ്ട് മുറിച്ചു മാറ്റുന്നു. തമ്മിൽ ഒട്ടും പൊരുത്തപ്പെടാതെ ജീവിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കി നെരിപ്പോടിൽ കഴിയുന്നത് പോലെ അനേകരും കഴിഞ്ഞുകൂടുന്നു. വിവാഹബന്ധത്തിന് വെളിയിലുള്ള ലൈംഗിക ബന്ധപ്പെടലുകൾ സംസ്കാരത്തിൻ്റെ ഭാഗം പോലെ പലയിടത്തുമായി കഴിഞ്ഞു. അങ്ങനെ കുടുംബത്തെ ശിഥിലമാക്കുന്ന എത്രയെത്ര കീടങ്ങൾ, അതിനെ നശിപ്പിക്കുവാനുള്ള വഴി അറിയാതെ ജനം കേഴുന്നു. ഞാനീ പറഞ്ഞതൊക്കെ സിദ്ധാന്തങ്ങളായി പറഞ്ഞ് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുവാൻ കഴിയും. എന്നാൽ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും ഇതൊക്കെ സംഭവിക്കുമ്പോൾ തകരാത്തതാരാണ്? തകർന്നിരിക്കുമ്പോൾ ഗുണദോഷവുമായി വരുന്നവരെ സഹിക്കുവാൻ അതിനേക്കാൾ പ്രയാസമാണ്. കുറേ പേർ കുറ്റപ്പെടുത്തലുകളെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഓരോ കുടുംബത്തിലെയും ഉലച്ചിലുകൾ ഏതറ്റം വരെ പോകുന്നു എന്നത് മറ്റൊരാൾക്ക് ഊഹിക്കുവാൻ കഴിയില്ല. പുറമേ കാണുന്നതിനേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ ആഴത്തിലാണ് മുറിവ് എന്ന് മറക്കരുത്. തകർന്ന ബന്ധങ്ങൾ, പൊട്ടിയ ഹൃദയങ്ങൾ, മുറിവ് ഉണങ്ങി എന്ന് തോന്നിയാൽ പോലും മായാത്ത വടുക്കൾ. നമ്മുടെ കുടുംബജീവിതത്തെ വിലയിരുത്തുവാനും മറ്റുള്ളവരുടെ കുടുംബത്തെ കെട്ടി ഉയർത്തുവാനും നമുക്ക് സാധിക്കണം. നമ്മുടെ വികലമായ അറിവുകളല്ല ആവശ്യം, മാറ്റമില്ലാത്ത ദൈവവചനമാകുന്നു ആവശ്യം. സൃഷ്ടിപ്പിൽ ദൈവം നേരിട്ട് സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഒന്നാകുന്നു കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്നുള്ളത്. ആദ്യ വിവാഹ ശുശ്രൂഷ നടത്തിയത് തന്നെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം വെച്ച ആ ഡിസൈനിലും ആ ഉദ്ദേശത്തിലും മാത്രമേ ഒരു കുടുംബജീവിതം ഫലപ്രദമാകൂ. എന്നാൽ പാപം ചെയ്ത് വീഴ്ച സംഭവിച്ച മനുഷ്യന് ദൈവം വെച്ച ഡിസൈൻ നഷ്ടമായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു.
നഗ്നത മറയ്ക്കുവാൻ പാടുപെടുന്ന ആദാമും ഹൗവായും ഒന്നായി എന്ന് ചിന്തിച്ചവർ തമ്മിൽ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു. അന്യോന്യം മറയ്ക്കുവാനും ഒളിക്കുവാനും തൻ്റെ പങ്കാളിയുടെ ഉദ്ദേശങ്ങളെയും ചിന്തകളെയും സംശയിക്കുവാനും തങ്ങളെ തന്നെ സംരക്ഷിക്കുവാനും അവരിൽ ഭയാനകമായൊരു വ്യഗ്രത പാപം കൊണ്ടുവന്നു. പാപം വരുത്തിവെച്ച ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാത്തിടത്തോളം ഭാര്യാഭർത്തൃബന്ധം വെറും ഏച്ചുകെട്ട് മാത്രമായിരിക്കും. അവിടെ എല്ലാവർക്കും ശ്വാസം മുട്ടൽ ആയിരിക്കും ഫലം. ദൈവം രൂപകൽപ്പന ചെയ്ത കുടുംബം എന്നത് ഇന്ന് പ്രഥമമായും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന ഒരു പുരുഷനും സ്ത്രീയും ദൈവത്താൽ ഒന്നാക്കപ്പെടുന്നതാണ്. അങ്ങനെ ആരംഭിക്കുന്ന ബന്ധം സഫലമാകുവാൻ ആവശ്യമായ 3 കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അവിടെ വായിക്കുന്നത് വിട്ടുപിരിയുക, പറ്റിച്ചേരുക, ഒന്നാകുക. ദൈവത്താൽ ആത്മീയമായി കൂട്ടിയോജിപ്പിക്കപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായും വൈകാരികമായും നിയമപരമായുമുള്ള മറ്റെല്ലാ ബന്ധങ്ങൾക്കും 2ാം സ്ഥാനം നൽകണം. പറ്റിച്ചേരുക എന്നാൽ തമ്മിൽ വേർപെടുത്തുവാൻ കഴിയാത്തതുപോലെ ചേരുന്ന അവസ്ഥയാണല്ലോ. അതിനിടയിൽ എന്തെങ്കിലും കയറിയാൽ ഒട്ടിച്ചേരില്ല. ഇവിടെ സുതാര്യത വേണം, അന്യോന്യം മനസ്സിലാക്കുവാനുള്ള തീഷ്ണത വേണം. ഒന്നാകുക എന്നാൽ ഏകദേഹമാകുക എന്നാണ്. ആത്മീയമായി, ശാരീരികമായി, വൈകാരികമായി ഒന്നാകുക. ഒരു ദേഹമായി തീരാത്ത പക്ഷം പങ്കാളിയെ ഉപയോഗിക്കുക മാത്രമേ ഉള്ളൂ, ആസ്വദിക്കുകയില്ലല്ലോ. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം മാത്രമേ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയൂ. കുടുംബജീവിതം ആസ്വാദ്യകരമാകുന്നുവോ? വിവാഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇന്നൊരുമിച്ച് ചിന്തിക്കാം. നാം സദൃശവാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വരെ ചിന്തിച്ചു കഴിഞ്ഞു. വിവാഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചാണ് 15 മുതലുള്ള വാക്യങ്ങളിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഞാൻ വായിക്കാം. സദൃശവാക്യങ്ങൾ 5-15. നിൻ്റെ സ്വന്തം ജലാശയത്തിലെ തണ്ണീരും സ്വന്തം കിണറ്റിൽ നിന്നൊഴുകുന്ന വെള്ളവും കുടിക്കുക. നിൻ്റെ ഉറവുകൾ വെളിയിലേക്കും നിൻ്റെ നീരൊഴുക്കുകൾ വീഥിയിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും അന്യന്മാർക്കും കൂടെ അല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിൻ്റെ കുട്ടികൾ നിൻ്റെ ഭാര്യയിൽ നിന്നും ആയിരിക്കണം, അന്യ സ്ത്രീകളിൽ നിന്നും ആകരുത് എന്നാണ് നാം വായിച്ചത്. എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനം ഈ കാര്യം നമ്മോട് പറയുന്നത്. 18-ഉം 19-ഉം വാക്യങ്ങൾ ഇനി നോക്കിക്കാട്ടെ. നിൻ്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ, നിൻ്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുക. വിവാഹബന്ധത്തിലെ സ്നേഹത്തെയാണ് ഈ വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. വിവാഹബന്ധത്തിലെ ശാരീരിക സ്നേഹവും ലൈംഗിക സ്നേഹവും വിശുദ്ധീകരിച്ചുയർന്ന് ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഈ വക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ വിലക്കുകളുണ്ട് എന്നെനിക്കറിയാം. ഈ വിലക്കുകൾ കൂടുതൽ തെറ്റായ വഴികളിൽ പോകുവാൻ മാത്രമാണ് യുവജനങ്ങളെ സഹായിക്കുന്നത്. ശരിയായിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കൊടുക്കാത്തതിനാൽ തെറ്റായിട്ടുള്ളത് വളർന്ന് പന്തലിക്കുന്നു. വിവാഹബന്ധത്തിലെ ശാരീരിക സ്നേഹത്തെ ദൈവം എപ്രകാരമാകുന്നു വിവരിക്കുന്നതെന്നറിയാമോ? അതിനെ ദൈവം ഏറ്റവും ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവം തന്നെയാണ് വിവാഹം ക്രമീകരിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് ആ ബന്ധം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവം നൽകി. ഈ അനുഗ്രഹീത ബന്ധത്തിൽ നിന്നും വെളിയിൽ വരുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നാം കാണുന്ന അസാൻമാർഗികത്വം. ഉത്തരവാദിത്വത്തോടു കൂടിയ ബന്ധം അംഗീകരിക്കാത്ത അവഗണന, ആർക്കും കീഴ്പ്പെടുവാൻ മനസ്സില്ലാത്ത മനുഷ്യർ, തനിക്ക് തോന്നിയതൊക്കെ ചെയ്യുവാൻ അഴിച്ചുവിടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം.
അങ്ങനെ അഴിഞ്ഞു നടക്കുന്നതിൻ്റെ ഫലം മനുഷ്യൻ ധാരാളം കൊയ്യുന്നുണ്ട് താനും. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ഭവനം എന്നാൽ ക്രിസ്തുവും സഭയുമായുള്ള ബന്ധത്തിൻ്റെ ഒരു നേർചിത്രമാണ്. ഈ പറഞ്ഞതിനേക്കാൾ ഉന്നതവും വിശുദ്ധവുമായ ഒരു ബന്ധം താങ്കൾക്ക് സാധ്യമല്ല സുഹൃത്തെ. അതുകൊണ്ടാണ് ക്രിസ്തീയ ദമ്പതികൾ പോലും തമ്മിൽ പിരിയുന്ന ഭയാനകമായ കാര്യം നാം കാണുന്നത്. അവിടെയും ഇവിടെയും ഒന്നോ രണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. വളരെയേറെ ബന്ധങ്ങൾ തകരുന്നതായി നാം ഈ കാലങ്ങളിൽ കാണുന്നു. ഇത് തീർച്ചയായും സഭയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ആകേണ്ടതുണ്ട്. അതെ, നമുക്ക് പറ്റിയ തെറ്റെന്തെന്നും മനസ്സിലാക്കണം. ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് നാം ചോദിക്കേണ്ടതുണ്ട്, എവിടെയാ തെറ്റിയിരിക്കുന്നത് എന്ന് നാം സമ്മതിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് ദൈവവചനം വേണ്ടതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന അവസരങ്ങളൊക്കെ. ദൈവവചനം ഈ പറഞ്ഞ സഭാംഗങ്ങളെ സ്വാധീനിക്കുന്നില്ല, അവരെ രൂപാന്തരപ്പെടുത്തുന്നില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്നത്രേ. ദൈവം വിവാഹത്തെ ആശ്ചര്യകരമായ ഒരു ബന്ധമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉന്നതവും വിശുദ്ധവുമാണ്. അതിനെ ഒരിക്കലും അശുദ്ധമായി കണക്കാക്കരുത്. എന്നാൽ ആ ചിത്രത്തിൻ്റെ മറുവശം ശ്രദ്ധിച്ചാലും, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഒരിക്കലും വിവാഹബന്ധത്തെ താഴ്ത്തിക്കെട്ടരുത്. വിവാഹബന്ധം ഉന്നതവും വിശുദ്ധവുമാണ്. അതിന് ദൈവം നൽകുന്ന ഗൗരവം നൽകാത്തവർ ചെയ്യുന്നത് തെറ്റാണ്, പാപമാണ്. പത്രോസ് അപ്പോസ്തലൻ ഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശം അറിവോടുകൂടി അല്ലെങ്കിൽ വിവേകത്തോടുകൂടി തങ്ങളുടെ ഭാര്യമാരോടൊപ്പം പാർക്കുവാനാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കുക. അത് വാസ്തവത്തിലുള്ള പരീക്ഷണമാണ്. ഈ പറഞ്ഞതുപോലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിച്ചെന്നാൽ അവർക്ക് സന്തോഷവും ഉറപ്പും ധൈര്യവും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യവും സ്നേഹിക്കുവാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഭവനമാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ശരിയായ വഴിയിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ആകർഷകമായി ചുറ്റും കാണുന്നതിൻ്റെ ഒക്കെ പിൻപേ ഓടി ജീവിതം നശിപ്പിക്കുന്നതായ അവസ്ഥയാണ്? ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുകയും ദൈവവചനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവം താങ്കളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. സ്വന്തം സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഔദാര്യ മനസ്സുകൊണ്ടാണോ അതോ മണ്ടത്തരം കൊണ്ടാണോ എന്ന് പലരും ആലോചിക്കാറില്ല. പ്രത്യേകിച്ച് സ്വന്തം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വിലയിരുത്താതെ സാമ്പത്തിക ബാധ്യതകളിലേക്ക് എടുത്തു ചാടുന്നവർ നിരുത്തരവാദിത്വപരമായ വഴികളിൽ കൂടി ദാരിദ്ര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് മറക്കരുത്. നല്ല കാര്യവിചാരകത്വവും ഔദാര്യ മനസ്ഥിതിയും തമ്മിൽ ഒരു സമതുലിത കാത്തു സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്നേഹിതരെയും ആവശ്യത്തിലിരിക്കുന്നവരെയും നാം സഹായിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ നാം ചെയ്യുന്ന എല്ലാ മണ്ടത്തരത്തെയും ദൈവം കയ്യേറ്റുകൊള്ളാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഈ കാര്യത്തിൽ നാം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശലോമോൻ തന്നെ ഈ കാര്യത്തിൽ നൽകുന്ന ഉപദേശം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതാണ് 6-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ കാണുന്നത്. 6-ാം അധ്യായമാണല്ലോ ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. ഈ അധ്യായം പല വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ബിസിനസ് ലോകത്തിന് ചേരുന്ന ചില ഉപദേശങ്ങളോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതെ, എല്ലാ വിഭാഗത്തിലും പെട്ട ബിസിനസ്സുകാർക്കും ചേരുന്നതാണ് ഇതിലെ ഈ സദൃശവാക്യങ്ങൾ. ഇത് തികച്ചും ലളിതമായ ചില ബിസിനസ് തത്വങ്ങളാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരുമായ സകല മനുഷ്യവർഗത്തിനും ദൈവം വളരെയേറെ നല്ല ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മനുഷ്യന് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. ഈ 6-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഒന്ന് നമുക്ക് നോക്കാം. മകനെ,
കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യന് വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിൻ്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ഏതൊരു സമയത്തും പ്രായോഗികമായ 2 കാര്യങ്ങൾ ഇവിടെ അവൻ സൂചിപ്പിക്കുന്നു. കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നത് സൂക്ഷിക്കുക. അതുമാത്രമല്ല, ഒരു അന്യനോടുകൂടി ഒരിക്കലും പങ്കുകച്ചവടം ചെയ്യരുത് എന്ന്, ബിസിനസ് ചെയ്യരുത്. അന്യനെന്ന് പോയിട്ട് സ്വന്തം സഹോദരങ്ങളോടുകൂടി പോലും ഈ പറഞ്ഞ പങ്ക് ബിസിനസ് ചെയ്യരുതെന്നാണ് ലോകം പറയുന്നത്. രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യനും ഈ ഉപദേശം അനുസരിക്കാവുന്നതാണ്. അവനത് സഹായകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പൊങ്ങച്ചം പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് 2ാമത്തെ വാക്യം പറയുന്നത്. പലപ്പോഴും മറ്റൊരു മനുഷ്യന് വേണ്ടി പലരും ജാമ്യം നിൽക്കുന്നതിന് കാരണം തങ്ങൾ ആരോ വലിയവരാകുന്നു എന്ന് കാണിക്കുവാനാണ്. തനിക്ക് പണമുണ്ടെന്നും സ്വാധീനമുണ്ടെന്നും 4 പേർ അറിയണം. ഈ കാര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു നിരപരാധിക്ക് വേണ്ടി ജാമ്യം നിന്നാൽ സാരമില്ല. പലരും അബദ്ധത്തിൽ ചാടുന്നത് തങ്ങൾക്ക് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് കാണിക്കുവാൻ തത്രപ്പെടുന്നതിനാലാണ്. ഇവിടെ ജാമ്യം നിൽക്കുന്നത് വാസ്തവത്തിൽ അബദ്ധത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് ശലോമോൻ മുന്നറിയിപ്പ് നൽകുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ മകനെ ഇത് ചെയ്യുക, നിന്നെ തന്നെ വിടുവിക്കുക. കൂട്ടുകാരൻ്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയല്ലോ. നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. അതെ, അവൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ നേരെയാക്കുന്നതിൽ ഭയപ്പെടരുത്. കൂട്ടുകാരനോട് ചേർന്നും ശത്രുക്കളെ സൂക്ഷിച്ചും നാം കഴിയണം. അതത്ര ഇവിടെ ശലോമോൻ പറയുന്നത്. അത് അവൻ മറ്റ് സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നത് നാം ഇനിയും കാണുന്നതാണ്. എത്ര ബുദ്ധിപൂർവമായ ഉപദേശമല്ലേ. 4-5 വാക്യങ്ങൾ. നിൻ്റെ കണ്ണിനുറക്കവും നിൻ്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാൻ നായാട്ടുകാരൻ്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക. മറ്റൊരുത്തിനു വേണ്ടി ജാമ്യം നിന്നിട്ട് പോയി കിടന്നുറങ്ങരുതെന്നാണ് ഇവിടുത്തെ അർത്ഥം. അത് എത്രയും വേഗം നേരെയാക്കണം എന്നാണ് ശലോമോൻ പറയുന്നത്. അങ്ങനെ ഒരു ജാമ്യം നിന്നെന്നാൽ വലയിലകപ്പെട്ട ഒരു പക്ഷിയെപ്പോലെയാണ് നിങ്ങൾ. അതത്ര ഇവിടുത്തെ മുന്നറിയിപ്പ്. കെണിയിലകപ്പെട്ട പക്ഷിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനുള്ളതേ ഉള്ളൂ. ഇനിയും അതിൻ്റെ മറുവശമാണ് പറയുന്നത്. തൻ്റെ ബിസിനസ് അതിൽ ഒരുവൻ ചെയ്യുന്നതിലും പറയുന്നതിലും കരുതലോടെ പ്രവർത്തിക്കണം എന്ന് മാത്രമല്ല, അവൻ ചിലതൊക്കെ ഉറുമ്പിൽ നിന്നും പഠിക്കേണ്ടത് ഉണ്ട് എന്ന് കാണുന്നു. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മടിയ, ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരമൊരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. ചെറിയ ഉറുമ്പ് അതൊരു ഒന്നാന്തരം അധ്യാപകനാകുന്നു. നമുക്ക് വലിയ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഉറുമ്പിന് കഴിയും. ഒരു സത്യം എന്തെന്നാൽ അത് തൻ്റെ തൊഴിലിൽ ഏതൊരു വ്യക്തിക്കും ആയിരിക്കാവുന്നത്രയും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നതായി കാണാവുന്നതാണ്. മറ്റ് ആരും ഉത്തേജിപ്പിക്കാതെ തന്നെ അത് ചെയ്യുന്നു. ഒരു ദൈവ പൈതൽ ചെറിയ ഒരു ഉറുമ്പിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠമാകുന്നു ഈ പറഞ്ഞത്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അത് ചെയ്യുന്നതിൽ ഉറുമ്പ് ധൃതി പിടിച്ചിരിക്കുകയാണ്. അതായത് അത് ശീതകാലത്തേക്ക് ആഹാരം ശേഖരിക്കുന്നു, ഭാവിക്കായി കരുതുന്നു. ആ കാര്യത്തിൽ അത് ധൃതിയായിട്ടിരിക്കുന്നു. ക്രിസ്തു വിശ്വാസികളുടെ ഇടയിലെ ഇന്നത്തെ വലിയ പാപങ്ങളിൽ ഒന്നാണ് മടി, ഉദാസീനത. ഈ മടിയന്മാരിൽ അനേകരെ പൂർണ്ണസമയ ക്രിസ്തീയ വേലയിൽ കാണുന്നു എന്നതാണ് അതിലും വിചിത്രം. അനേകരുടെയും പ്രമാണം 6 ദിവസം വിശ്രമം, 7-ാം ദിവസം വേല എന്നതാണ്. നമ്മുടെ അധികം ഉള്ള സമയം നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അധികമുള്ള സമയം, എക്സ്ട്രാ ടൈം, അത് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നാം കാണണം. നാം ദൈവവചനം വായിക്കുന്നുണ്ടോ? നാം ദൈവവചനം പഠിക്കാറുണ്ടോ? വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്, മറക്കരുത്. ഇന്നത്തെ സുവിശേഷ വേലകളിലെ ശാപങ്ങളിലൊന്നാണ് ഇത് പഠിക്കാത്തത്, ഉദാസീനത. ആരും ചോദിക്കാനും പറയാനുമില്ലല്ലോ.
അല്ല, കണക്ക് ചോദിച്ചാൽ ഉടനെ അത് ആത്മീകത അല്ല എന്നാണ് പലരും കരുതുന്നത്. നല്ലതുപോലെ തയ്യാർ ചെയ്യാതെ പ്രസംഗിക്കുവാൻ വരുന്ന ഒരു പ്രസംഗകൻ തൻ്റെ സഭയെ നശിപ്പിക്കുന്നവനാണ്. തൻ്റെ ഉദാസീനതയ്ക്ക് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചിട്ട് പറയേണ്ടത് അപ്പോൾ ആത്മാവ് തന്നുകൊള്ളുമെന്ന് ഉപാധിയും പറഞ്ഞിരുന്നാൽ അത് പരിശുദ്ധാത്മാവല്ല എന്ന് മറക്കരുത്. അങ്ങനെ മടിയന്മാരെ സഹായിക്കുന്നതിനല്ല പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ തൊഴിലുകളിലും എത്രമാത്രം കഷ്ടപ്പെടലാകുന്നു നാം കാണുന്നത്. എന്നാൽ ആത്മാർത്ഥതയില്ലാത്ത ഒരു ക്രിസ്തീയ പ്രവർത്തകന് എത്ര വേണമെങ്കിലും മടിയനായിരിക്കാവുന്നതാണ്. ഫലമോ ചത്ത സഭകൾ. ആര് ചോദിക്കാനാണില്ലേ? 9 മുതലുള്ള വാക്യങ്ങൾ, 6-ാം അധ്യായത്തിൻ്റെ 9. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറേക്കൂടി ഉറക്കം, കുറേക്കൂടി നിദ്ര, കുറേക്കൂടി കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. മടി നമ്മെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും തിരിച്ചു കളഞ്ഞെന്നാൽ നമ്മുടെ ന്യായമായ വിശ്രമത്തിൽ നിന്നുപോലും നാം ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാകുന്നു ഇത്. ഒരിക്കൽ മടി പിടിച്ചെന്നാൽ അതിൽ നിന്നും വെളിയിൽ വരുവാൻ പ്രയാസമാണ്. രാത്രിയും പകലും ഒരുപോലെ ഉറങ്ങുന്ന പലരെ എനിക്കറിയാം. ഒരു മഹാൻ പറഞ്ഞു, 5 മണിക്കൂർ ഉറക്കം ഒരു പുരുഷന്, ഒരു സ്ത്രീക്ക് 6 മണിക്കൂർ ഉറക്കം, 7 അതിലധികമോ വിഡ്ഢികൾക്കെന്ന്. എത്ര സത്യമാണല്ലേ? ഇനിയും ദുഷ്ടമനുഷ്യനെക്കുറിച്ചാണ് നാം കാണുന്നത്. അവനെക്കുറിച്ചുള്ള വിവരണം നാം കേൾക്കുന്നു. 12-13 വാക്യങ്ങൾ. നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണിമയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. താങ്കൾ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ ചെയ്യുന്നതെല്ലാം അവൻ്റെ ആംഗ്യം പോലും പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. അവൻ പറയുന്നതിലെല്ലാം ഒരു അശ്ലീല ചുവയുണ്ട്. ചില ക്രിസ്തു വിശ്വാസികളും ഇതിൽ ഉൾപ്പെടുമെന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നാതിരിക്കില്ല. എത്ര മോശപ്പെട്ട വ്യക്തികളാണിവർ. ഈ പറഞ്ഞതുപോലെയുള്ള ചില വ്യക്തികളെ എനിക്കറിയാം. അവർ പറയുന്നതിനെല്ലാം ദ്വയാർത്ഥങ്ങളുണ്ട്. ഇതിനെതിരായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നിസാരന്മാരെന്നും ദുഷ്കർമ്മികളെന്നുമാണ് ദൈവവചനം വിളിക്കുന്നത്. തമാശ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആസ്വദിക്കുന്നവരാണിവർ. എന്നാൽ ഹൃദയത്തിൽ മുഴുവൻ അശുദ്ധിയാണ്, അശ്ലീല ചുവയുള്ള സംസാരം. അകത്തുള്ളത് മാത്രമല്ലേ വെളിയിൽ വരൂ. എപ്പോഴും ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവന് മറ്റെന്ത് പറയുവാൻ കഴിയും? 14-15 വാക്യങ്ങൾ. അവൻ്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവൻ എല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാകുകയുമില്ല. വക്രത എന്നാൽ വഴിപിഴച്ചത് എന്നാണ് അർത്ഥം. അവൻ വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ദൈവ പൈതലിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് മറക്കരുത്. എന്നിട്ടും എല്ലാ നിമിഷത്തിലും അവൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങൾ അശ്ലീലതയോടുകൂടിയതാണ്. ക്രിസ്തീയ വേലയിൽ നമുക്കിന്ന് ആവശ്യം വിശുദ്ധിക്കുള്ള മുൻഗണനയാണ്. ആ മുൻഗണന നൽകുന്നവരെയാണ് നമുക്ക് ആവശ്യം. കൂടിയ കഴിവുകളുള്ള യുവജനങ്ങളെയാണ് ഇന്ന് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ അതിനോട് 100% യോജിക്കുവാൻ എനിക്ക് പ്രയാസമാണ് സുഹൃത്തെ. ഇന്ന് ഏതെല്ലാം വിധത്തിലുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഓരോരുത്തർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പണസമ്പാദനത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടി. ഇന്ന് വളരെയേറെ പേരെ കൊണ്ട് പ്രസംഗപീഠങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും നാം എങ്ങും എത്തുന്നില്ല എന്നതാണ് പരമാർത്ഥം. എന്തുകൊണ്ടാണ് എങ്ങും എത്താത്തതെന്നറിയാമോ? കാരണം ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തെ വിഡ്ഢിയാക്കുവാൻ ശ്രമിക്കരുത്. അത് സാധിക്കില്ല. നമ്മുടെ ദൈവം ആവശ്യപ്പെടുന്നത് ഒരു വിശുദ്ധ ജീവിതമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം അവിടുന്ന് വിശുദ്ധനാണ്.
അവിടുന്ന് അപ്രകാരത്തിലുള്ള ദൈവമാണ്. അങ്ങനെയുള്ളവരിലാണ് ദൈവം തൽപരൻ ആയിരിക്കുന്നതും അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നതും. നാം വിശുദ്ധനായ ഒരു ദൈവമായിട്ടാണ് ഇടപെടുന്നത് എന്ന കാര്യം നാം വളരെ ഗൗരവമായിട്ടെടുക്കണം. ഇന്ന് ജനങ്ങളുടെ മധ്യത്തിൽ വിശുദ്ധ ജീവിതത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് വിശുദ്ധിയുടെ നിർവചനം തന്നെ നമ്മുടെ സൗകര്യത്തിന് മാറ്റിമറിച്ചിരിക്കുകയാണ്. യാതൊരു വേർപെടലും ഇല്ലാത്തതായ ഒരു ജീവിതം, കള്ളം പറയാൻ ഒരു മടിയുമില്ല, ഏഷണി പറയുവാൻ ഒരു മടിയുമില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ശക്തിമത്താകണമെന്നുണ്ടെങ്കിൽ അത് വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ മാത്രമേ സാധിക്കൂ. ആ വിശുദ്ധി നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ഭാവത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കുകളിലും എല്ലാം പ്രകടമാകണം. അതെ, മായമില്ലാത്ത പ്രവർത്തന രീതികളാകണം. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിയിട്ടുണ്ടോ? അപ്രകാരമുള്ള ഒരു വിശുദ്ധി ജീവിതത്തിലുണ്ടോ? സ്വയം പരിശോധിച്ചാട്ടെ. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കും, ശക്തീകരിക്കും. ശ്രേഷ്ഠമായി ദൈവം രൂപകൽപ്പന ചെയ്ത കുടുംബത്തിനും അതിൻ്റെ ബന്ധങ്ങൾക്കുമൊന്നും ഒരു മൂല്യവും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ദൈവത്തിൻ്റെ വിലക്കുകളെയെല്ലാം ലംഘിച്ച് നാശത്തിലേക്ക് പായുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അസാൻമാർഗിക ജീവിതവും അതിൻ്റെ പരിണത ഫലങ്ങളും ഒക്കെ നാം ചിന്തിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വേലിക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഈ ക്ലാസ്സുകൾ മുഖാന്തരമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബന്ധങ്ങളും കടപ്പാടുകളുമൊക്കെയുള്ള ഒരു സമൂഹത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. കണികളിലും കുടുക്കുകളിലുമൊക്കെ അകപ്പെടാതിരിക്കുവാൻ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പീൻ എന്നുള്ള ക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തിൻ്റെ ആപ്തവാക്യമായിരിക്കേണ്ടതാണ്. ദൈവത്തോടു കൂടിയുള്ള ജീവിതം ഉദാസീനതയോടെ നയിക്കുവാൻ കഴിയുകയില്ല എന്നും നാം മനസ്സിലാക്കി. കാരണം സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ.